മോർണിംഗ് ഗൈസ്. ഇന്നിപ്പം സെപ്റ്റംബർ 1-ാം തീയതി. അപ്പോൾ നമ്മൾ ക്യാംലൂപ്സിലേക്കുള്ള ഡ്രൈവിങ്ങിലാണ്. ക്യാംലൂപ്സിൽ നിന്നും ജാസ്പറിലേക്കുള്ള ഡ്രൈവിങ്ങിലാണ്. ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്ക് ജാസ്പർ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. 440 കിലോമീറ്ററാണ് ഇവിടുന്ന് ജാസ്പറിലേക്കുള്ളത്. ക്യാംലൂപ്സിലെ റോഡുകളാണ്. വളരെയധികം ഡെസേർട്ടഡ് ആയിട്ടുള്ള ഏരിയ ആണിത്. ഈ ഇതൊക്കെ ഉണ്ടല്ലേ, വളരെ കരിഞ്ഞിരിക്കുകയാണ്. ഒന്നാമതേ നല്ല ചൂടുള്ള ദിവസങ്ങളാണ്. ഇപ്പോൾ ഇന്നത്തെ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. അപ്പോൾ നല്ല കരിഞ്ഞിരിക്കുകയാണ്, ഇവിടെയൊക്കെ ഉണങ്ങിയിരിക്കുവാണ്. ഇനി ഇതിൽ നിന്നും ആൽബർട്ടയുടെ ജാസ്പറിൻ്റെ ഹരിതാപമായിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കണ്ടോ, കഴിഞ്ഞ ആഴ്ച പോയ ലിറ്റൺ എന്ന് പറഞ്ഞ പ്രദേശത്തിലെ ഏകദേശം അതുപോലത്തെ കാലാവസ്ഥ തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് ലിറ്റണിലേക്ക് ഏകദേശം ഒരു 90 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 90-100 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ക്ലിയർ വാട്ടർ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ഫാം നനയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ് മസ്ദ 3. ഇപ്പോൾ നമ്മൾ ജാസ്പറിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ റോക്കി മൗണ്ടെയ്ൻസ് പോലെയുള്ള പാറക്കെട്ടുകളോടുകൂടിയ മലനിരകളാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. ഈ ജാസ്പറിലാകുമ്പോൾ ഒരുപാട് പാറക്കെട്ടുകളാണ്. പിന്നെ ബാൻഫിൽ ഒരുപാട് നമ്മളിപ്പോൾ വെയിൽമൗണ്ട് എന്ന സിറ്റിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ടൗണ് വെയിൽമൗണ്ട് ടൗണിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ the Valemount town where the basins meet Columbia and Fraser rivers. ഒരുപാട് മൗണ്ടെയ്ൻസ് ഉണ്ട്. പിന്നെ കുറച്ച് റിവേഴ്സ്, അവിടെ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന റിവേഴ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ഹെലി ടൂറിസം ഉണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മക്ബ്രൈഡ് ബ്രിഡ്ജിലാണ്. ഈ മക്ബ്രൈഡ് ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നത് ഹൈവേ 16, റൈറ്റിലേക്ക് പോകുന്നത് ഹൈവേ 16 ആണ്. പ്രിൻസ് ജോർജിലേക്കുള്ള റൂട്ടും സ്ട്രെയിറ്റ് പോകുന്നത് ആൽബർട്ടയിലേക്ക് പോകുന്ന റൂട്ടുമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ജാസ്പർ നാഷണൽ പാർക്കിൻ്റെ എൻട്രിയുടെ ഭാഗത്തായി. ഇനിയുള്ള ഭൂപ്രകൃതി മിക്കവാറും ഒരു ജാസ്പറിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയാണ് ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ വെയിൽമൗണ്ടിൽ നിന്നും ജാസ്പറിലേക്കുള്ളത് ഏകദേശം 100-120 കിലോമീറ്ററാണ്. അപ്പോൾ അതിനിടയിൽ വളരെ ഭംഗിയുള്ള പ്രദേശങ്ങളാണ്, വളരെ മനോഹരമായ പ്രദേശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ റിയർ ഗാർഡ് ഫാൾസ് എന്നൊരു വാട്ടർഫോൾസിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഈ വഴി താഴേക്ക് പോകുമ്പോഴാണ് അപ്പോൾ റിയർ ഗാർഡ് ഫോൾസ് കാണാൻ പറ്റും. ഇതാ, ഇവിടെ റിയർ ഗാർഡ് ഫോൾസിൻ്റെ റാഫ്റ്റിംഗ് ചെയ്യുന്ന ആളുകളെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊരു നല്ലൊരു റാഫ്റ്റിംഗ് ഫോൾസാണ്. റിയർ ഗാർഡ് ഫോൾസിൻ്റെ വ്യൂവിങ് പോയിൻ്റാണ്. വളരെ മനോഹരമായിട്ടുള്ള
വ്യൂ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. ആൽബർട്ട വൈൽഡ് റോസ് കായ്ച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. ഇവിടെ മൈഗ്രേറ്റ് ചെയ്തെത്തുന്ന സാൽമൺസ് വരുന്നൊരു ഫോളാണിത്. ഇവിടെ വാട്ടർ നമ്മളീ കാണുന്നത് മൗണ്ട് റോബ്സൺ ആണ്. ഈ ഏരിയ മൗണ്ട് റോബ്സൺ ആണ് ഈ പശ്ചാത്തലത്തിൽ കാണുന്നത്. ഈ കാണുന്നതാണ് മൗണ്ട് റോബ്സൺ. ഇതാണ് മൂസ് ലേക്ക്. വെൽക്കം ടു ആൽബർട്ട, ദ വൈൽഡ് റോസ് കൺട്രി. അപ്പോൾ നമ്മൾ ആൽബർട്ടയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് ജാസ്പർ നാഷണൽ പാർക്കിൻ്റെ എൻട്രിയാണ് ഈ കാണുന്നത്. നമ്മൾ ജാസ്പർ ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജാസ്പർ ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ടൗണിൽ ഒരുപാട് ആവശ്യമുണ്ട്. അവിടെ അങ്ങ് അകലെ ആ മലയിൽ കാട്ടുതീ കത്തുന്നത് നമുക്ക് കാണാം. കോൾഡ് സൾഫർ സ്പ്രിംഗ് എന്നൊരു പ്രതിഭാസമാണ് ഈ കാണുന്നത്. ഇത് സ്നോ, ഈ പാറയിടുക്കുകൾക്കുള്ളിൽ സ്നോ ഇരിക്കും. അത് സ്പ്രിങ് ആകുന്ന സമയത്ത് അത് മെൽറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രതിഭാസമാണിത്. അങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണിത്. ഇതിൽ സൾഫർ ഉണ്ടാവും, പിന്നെ മറ്റ് ചില മിനറൽസുകളും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് കോൾഡ് സൾഫർ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ആ കോൾഡ് സൾഫർ സ്പ്രിംഗ് ഒഴുകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു പ്രത്യേക ചീഞ്ഞ മണം
സാധ്യതയുണ്ട്. കാരണം ഇതിലെ സൾഫറും ഇതുകൊണ്ട് കാൽസ്യം കാർബണേറ്റ് ഉണ്ടായിരിക്കും. അതുപോലുള്ള അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല്, കുറേ കെമിക്കൽസിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിലുള്ളത്. ഇത് പല മിനറൽസും ഇതിൽ ഈ ഗോൾഡ് സൾഫർ സ്പ്രിങ്ങിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ജാസ്പറിലെ ഈ തടാകങ്ങളുടെ ഒരു പ്രത്യേകത, വളരെ ക്ലീനായിട്ടുള്ള വെള്ളമായിരിക്കും അത്. ഉണ്ടോ? ഇതിൻ്റെ മേലെ നോക്കി കഴിഞ്ഞാൽ താഴെ ക്ലിയറായിട്ട് ഏറ്റവും അടിത്തട്ട് കാണും. ഒരു പച്ച നിറം ഉണ്ടായിരിക്കും. കാരണം ചുറ്റുമുള്ള ഒരു പച്ച പശ്ചാത്തലത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഈ അടിക്കുന്നത്.